നമസ്കാരം. ശ്രീസ് ലേണിംഗിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സിന്റെ 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കെട്ടിടങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സ്ഥിര നമ്പറായ ഡിജി ഡോർപിൻ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? കേരളമാണ്. അപ്പോൾ കെട്ടിടങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സ്ഥിര നമ്പറായ ഡിജി ഡോർപിൻ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ കമ്പ്യൂട്ടർ ചിപ്പ് ഏതാണ്? വില്ലോ. കാഴ്ച പരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേരാണ് നാഗേഷ് ട്രോഫി. അപ്പോൾ കാഴ്ച പരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റ് ഏതാണ്? നാഗേഷ് ട്രോഫി. 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർ ചന്ദ്രബോസിനാണ്. 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർ ചന്ദ്രബോസ്. കൃതി ഏതാണ്? വാക്കിന്റെ രൂപാന്തരങ്ങൾ. വാക്കിന്റെ രൂപാന്തരങ്ങൾ എന്ന കൃതിക്ക് ആർ ചന്ദ്രബോസിന് 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചു. ഉൾനാടൻ ജലപാതകളിലൂടെയുള്ള ചരക്കുനീക്കം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൽവാഹക് പദ്ധതി. എന്താണ് ജൽവാഹക് പദ്ധതി? ഉൾനാടൻ ജലപാതകളിലൂടെയുള്ള ചരക്കുനീക്കം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണിത് ജൽവാഹക് പദ്ധതി. കേന്ദ്ര സർക്കാർ സെന്റർ ഫോർ എക്സലൻസ് ആയി തിരഞ്ഞെടുത്ത കേരളത്തിലെ ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ കേന്ദ്ര സർക്കാർ സെന്റർ ഓഫ് എക്സലൻസ് ആയി തിരഞ്ഞെടുത്ത കേരളത്തിലെ ആശുപത്രി ഏതാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ്. ഈ ദാഖിൽ പോർട്ടൽ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉപഭോക്തൃ പരാതികളുമായി ബന്ധപ്പെട്ട പോർട്ടലാണ് ഈ ദാഖിൽ. രാജ്യാന്തര കുടിയേറ്റ ദിനം എന്നാണ്? ഡിസംബർ 18. നിലവിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ള രാജ്യമാണ് US. അപ്പോൾ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ള രാജ്യം ഏതാണ്? US ആണ്. രാജ്യാന്തര കുടിയേറ്റ ദിനം എന്നാണ്? ഡിസംബർ 18 രാജ്യാന്തര കുടിയേറ്റ ദിനം. LICയുമായി ചേർന്ന് സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്ന പുതിയ പദ്ധതിയാണ് ബീമാ സഖി യോജന. അപ്പോൾ ബീമാ സഖി യോജന പദ്ധതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? LICയുമായിട്ടാണ്. LICയുമായി ചേർന്ന് സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരാണിത് ബീമാ സഖി യോജന. 2025 12ാമത്തെ പാരാ അത്ലറ്റിക്സ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ 2025 12ാമത്തെ പാരാ അത്ലറ്റിക്സ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. 2024-25 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? ഹൈദരാബാദ് ആണ്. 2024-25 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ്? ഹൈദരാബാദ്. ഇത്ര നമുക്കൊന്ന് നോക്കാം. കെട്ടിടങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സ്ഥിര നമ്പറാണ് ഡിജി ഡോർപിൻ. ഈ ഡിജി ഡോർപിൻ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ കമ്പ്യൂട്ടർ ചിപ്പ് ഏതാണ്? വില്ലോ. കാഴ്ച പരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേരെന്താണ്? നാഗേഷ് ട്രോഫി. 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആർ ചന്ദ്രബോസിന്. കൃതി ഏതാണ്? വാക്കിന്റെ രൂപാന്തരങ്ങൾ. ഉൾനാടൻ ജലപാതകളിലൂടെയുള്ള ചരക്കുനീക്കം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ജൽവാഹക് പദ്ധതി. കേന്ദ്ര സർക്കാർ സെന്റർ ഓഫ് എക്സലൻസ് ആയി തിരഞ്ഞെടുത്ത കേരളത്തിലെ ആശുപത്രി ഏതാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഈ ദാഖിൽ പോർട്ടൽ ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉപഭോക്തൃ പരാതികൾ. രാജ്യാന്തര കുടിയേറ്റ ദിനം എന്നാണ്? ഡിസംബർ 18. ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ള രാജ്യം ഏതാണ്? US ആണ്. LICയുമായി ചേർന്ന് സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ബീമാ സഖി യോജന. 2025 12ാമത്തെ പാരാ അത്ലറ്റിക്സ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ഇന്ത്യ. 2024-25 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന നഗരം ഏത്? ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
2025 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. 2025 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയായത് വിൽമിംഗ്ടൺ ആണ്. വിൽമിംഗ്ടൺ 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? വിൽമിംഗ്ടണിലാണ്. 2025 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. നഗരത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാനുള്ള യജ്ഞത്തിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കിയ ആപ്പാണ് അഴക് ആപ്പ്. അപ്പോൾ എന്താണ് അഴക് ആപ്പ്? എന്തിനു വേണ്ടിയിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത്? നഗരത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാനുള്ള യജ്ഞത്തിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കിയ ആപ്പാണിത്, അഴക് എന്ന ആപ്പ്. 2024 ഡിസംബറിൽ 60ാം സ്ഥാപക ദിനം ആഘോഷിച്ച ഇന്ത്യയുടെ സേനാ വിഭാഗമാണ് BSF, അതിർത്തി രക്ഷാ സേന. 2024 ഡിസംബറിൽ 60ാം സ്ഥാപക ദിനം ആഘോഷിച്ച ഇന്ത്യയുടെ സേനാ വിഭാഗം ഏതാണ്? BSF ആണ്. 2024 ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ജപ്പാനാണ്. അപ്പോൾ 2024 ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ജപ്പാൻ. പ്രഥമ ഖോ ലോകകപ്പ് മത്സരം നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. പ്രഥമ ഖോ ലോകകപ്പ് മത്സരം എവിടെയാണ് നടന്നത്? ഇന്ത്യയിൽ. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ മലപ്പുറം ജില്ലയിലെ പഞ്ചായത്ത് ഏതാണ്? പെരുമ്പടപ്പ് പഞ്ചായത്താണ്. അപ്പോൾ പെരുമ്പടപ്പ് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലാണ്. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ മലപ്പുറം ജില്ലയിലെ പഞ്ചായത്താണ് ഇത്, പെരുമ്പടപ്പ് പഞ്ചായത്ത്. ടൂറിസം വഴിയുള്ള മലിനീകരണത്തിൽ മുന്നിലുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ടൂറിസം വഴിയുള്ള മലിനീകരണത്തിൽ മുന്നിലുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 ഡിസംബറിൽ അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന വനിത ആരാണ്? തുളസി ഗൗഡ. അപ്പോൾ 2024 ഡിസംബറിൽ അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന വനിത ആരാണ്? തുളസി ഗൗഡയാണ്. 40,000-ൽ അധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച തുളസി ഗൗഡ അറിയപ്പെട്ടിരുന്നത് വൃക്ഷമാത, മരങ്ങളുടെ അമ്മ എന്നും കാടിന്റെ എൻസൈക്ലോപീഡിയ എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ കാടിന്റെ അമ്മ എന്നും കാടിന്റെ എൻസൈക്ലോപീഡിയ എന്നും വൃക്ഷമാത അഥവാ മരങ്ങളുടെ അമ്മ എന്നും സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നും ഒക്കെ അറിയപ്പെട്ടിരുന്ന വനിത ആരാണ്? തുളസി ഗൗഡയാണ്. 40,000-ൽ അധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച വ്യക്തിയാണ് ആര്? തുളസി ഗൗഡ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രമേത്? മലു. ബ്രസീലിയൻ ചിത്രമായ മലു ആണ്. സംവിധായകൻ പെട്രോ ഫ്രയർ ആണ് സംവിധായകൻ. 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രം ഏതാണ്? മലു ബ്രസീലിയൻ ചിത്രമാണ്. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ഹൈക്കോടതി പോത്തുപോരും ബുൾബുൾ പക്ഷിപ്പോരും വിലക്കിയത്? അസം. ഏത് സംസ്ഥാനത്താണ് ഹൈക്കോടതി പോത്തുപോരും ബുൾബുൾ പക്ഷിപ്പോരും വിലക്കിയത്? അസമിലാണ്. അമേരിക്കയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് വെള്ളത്തലയൻ കടൽപ്പരുന്തിനെയാണ്. അപ്പോൾ അമേരിക്കയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? വെള്ളത്തലയൻ കടൽപ്പരുന്തിനെയാണ്. ഇത്രയും കാര്യങ്ങളും നോക്കാം. 2024 ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ജപ്പാൻ. പ്രഥമ ഖോ ലോകകപ്പ് മത്സരം നടന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ മലപ്പുറം ജില്ലയിലെ പഞ്ചായത്ത് ഏതാണ്? പെരുമ്പടപ്പ്. ടൂറിസം വഴിയുള്ള മലിനീകരണത്തിൽ മുന്നിലുള്ള രാജ്യം ഏതാണ്? അമേരിക്ക.
2024 ഡിസംബറിൽ അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന വനിത ആരാണ്? തുളസി ഗൗഡ. തുളസി ഗൗഡ മറ്റേതൊക്കെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? വൃക്ഷമാത എന്നും കാടിന്റെ എൻസൈക്ലോപീഡിയ എന്നും അറിയപ്പെട്ടിരുന്നത് ആരെയാണ്? തുളസി ഗൗഡയാണ്. 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രം ഏതാണ്? മലു, ബ്രസീലിയൻ ചിത്രമാണ്. സംവിധായകൻ ആരാണ്? പെട്രോ ഫ്രയർ. അടുത്തിടെ ഏതു സംസ്ഥാനത്താണ് ഹൈക്കോടതി പോത്തുപോരും ബുൾബുൾ പക്ഷി പോരും വിലക്കിയത്? അസമിലാണ്. അമേരിക്കയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? വെള്ളത്തലയൻ കടൽപ്പരുന്തിനെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാജ്യത്തെ ആദ്യ പ്രമേഹ ബയോബാങ്ക് സ്ഥിതി ചെയ്യുന്നത്? രാജ്യത്തെ ആദ്യത്തെ പ്രമേഹ ബയോബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. രാജ്യത്തെ ആദ്യത്തെ പ്രമേഹ ബയോബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈ. 2026 ICC പുരുഷ T20 ലോകകപ്പ് ഏതൊക്കെ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കും? ഇന്ത്യയും ശ്രീലങ്കയും. 2026 ICC പുരുഷ T20 ലോകകപ്പ് ഏതൊക്കെ രാജ്യങ്ങളിലാണ് നടക്കുന്നത്? ഇന്ത്യയിലും ശ്രീലങ്കയിലും. 2024 ICC പുരുഷ T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. വേദി എവിടെയായിരുന്നു? US, വെസ്റ്റ് ഇൻഡീസ്. അപ്പോൾ 2024 T20 ലോകകപ്പിന്റെ വേദി US-ലും വെസ്റ്റ് ഇൻഡീസിലുമായിരുന്നു. അതിൽ വിജയിയായത് ആരാണ്? 2024 ICC പുരുഷ T20 ലോകകപ്പില് ഇന്ത്യയാണ്. 2026 ICC പുരുഷ T20 ലോകകപ്പ് ഏതൊക്കെ രാജ്യങ്ങളിലാണ് നടക്കുന്നത്? ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം നിർമ്മിക്കുവാൻ ഒരുങ്ങുന്ന രാജ്യമേത്? ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം നിർമ്മിക്കുവാനായിട്ട് ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ചൈന. പശ്ചിമ ബംഗാളിനെ പൈതൃക വിനോദസഞ്ചാരത്തിന്റെ പ്രധാന കേന്ദ്രമായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സംഘടന ഏത്? യുനെസ്കോയാണ്. പശ്ചിമ ബംഗാളിനെ പൈതൃക വിനോദസഞ്ചാരത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ട് അന്താരാഷ്ട്ര സംഘടനയായ യുനെസ്കോ പ്രഖ്യാപിച്ചു. 2024 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ശ്രീലങ്കയാണ്. 2024 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഏത് രാജ്യമാണ്? ശ്രീലങ്ക. ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക കിരീടം സ്വന്തമാക്കിയത്. ആരെയാണ് ഫൈനൽ പരാജയപ്പെടുത്തിയത്? ഇന്ത്യയാണ് ശ്രീലങ്ക പരാജയപ്പെടുത്തിയത്. അപ്പോൾ 2024 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? ശ്രീലങ്കയാണ്. ഗൂഗിളിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ നിലവിൽ വരുന്നത് ഹൈദരാബാദിലാണ്. ഗൂഗിളിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. US-ന് പുറത്തുള്ള ഗൂഗിളിന്റെ ഏറ്റവും വലിയ ക്യാമ്പസ് ആണ് ഹൈദരാബാദിൽ നിലവിൽ വരുന്നത്. US-ന് പുറത്തുള്ള ഗൂഗിളിന്റെ ഏറ്റവും വലിയ ക്യാമ്പസ് ആണ് ഹൈദരാബാദിൽ നിലവിൽ വരുന്നത്. അപ്പോൾ ഗൂഗിളിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമദ്വീപ് വിമാനത്താവളം നിർമ്മിക്കുവാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ചൈന. BBC-യുടെ 2024 ഏറ്റവും സ്വാധീനവും പ്രചോദനവും നൽകുന്ന 100 വനിതകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച 3 വനിതകൾ ആരൊക്കെയാണ്? വിനേഷ് ഫോഗട്ട്, ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗുസ്തി താരമാണ് ആര്? വിനേഷ് ഫോഗട്ട്. അപ്പോൾ BBC-യുടെ 2024 ഏറ്റവും സ്വാധീനവും പ്രചോദനവും നൽകുന്ന 100 വനിതകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച 3 വനിതകൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ ആരാണ്? വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ട് ആരാണ്? ഗുസ്തി താരമാണ്. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗുസ്തി താരമാണ് ആര്? വിനേഷ് ഫോഗട്ട്. അടുത്ത പൂജ ശർമ്മ. പാരമ്പര്യങ്ങളെ തിരുത്തി അവകാശങ്ങളില്ലാത്ത മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ നടത്തി സാമൂഹിക ശ്രദ്ധ പിടിച്ചുപറ്റിയ വനിതയാണ് ആര്? പൂജ ശർമ്മ. അപ്പോൾ പാരമ്പര്യങ്ങളെ തിരുത്തി അവകാശങ്ങളില്ലാത്ത മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ നടത്തി സാമൂഹിക ശ്രദ്ധ പിടിച്ചുപറ്റിയ വനിതയാണ് ആര്? പൂജ ശർമ്മ. അടുത്തത് അരുണ റോയി. സാമൂഹ്യ പ്രവർത്തകയാണ് ആര്? അരുണ റോയി. മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിച്ച ആരാണ്?
അരുണ റോയിയാണ്. അപ്പോൾ മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിച്ചത് അരുണ റോയിയാണ്. 2005 ഇന്ത്യയുടെ വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിമാരാണ് അരുണ റോയിയാണ്. അപ്പോൾ 2005 ഇന്ത്യയുടെ വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ആര്? അരുണ റോയി. സാമൂഹ്യ പ്രവർത്തകയാണ് ആര്? അരുണ റോയി. മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിച്ച ആരാണ്? അരുണ റോയിയാണ്. അപ്പോൾ BBC-യുടെ 2024 ഏറ്റവും സ്വാധീനവും പ്രചോദനവും നൽകുന്ന 100 വനിതകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച 3 വനിതകൾ ആരൊക്കെയാണ്? വിനേഷ് ഫോഗട്ട്, പൂജ ശർമ്മ, അരുണ റോയി എന്നിവരാണ്. കേരളത്തിൽ വനിതകൾക്കായുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിച്ചത് എവിടെയാണ്? എറണാകുളത്താണ്. കേരളത്തിൽ വനിതകൾക്കായിട്ടുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിച്ചത് എറണാകുളം ജില്ലയിലാണ്. മലേഷ്യയിൽ നടക്കുന്ന അണ്ടർ 19 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച മലയാളി താരമാണ് VJ ജോഷിത. വയനാട്ടിൽ നിന്നുള്ള VJ ജോഷിതയാണ് മലേഷ്യയിൽ നടക്കുന്ന അണ്ടർ 19 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച മലയാളി താരം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി നടത്തുന്ന ജോലികളെക്കുറിച്ച് പരാതി നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പാണ് ജർമ്മൻ രേഖ ആപ്പ്. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി നടത്തുന്ന ജോലികളെക്കുറിച്ച് പരാതി നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പ് ഏതാണ്? ജർമ്മൻ രേഖ ആപ്പ്. ഇന്ത്യയിലും നേപ്പാളിലും സംസാരിക്കുന്ന ഒരു ഇൻഡോ ആര്യൻ ഭാഷയാണ് ബെജിക്ക ഭാഷ. ബെജിക്ക ഭാഷ ഒരു ഇൻഡോ ആര്യൻ ഭാഷയാണ്. ഈ ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യത്തെ ചിത്രമാണ് ആജൂർ. അപ്പോൾ ഇന്ത്യയിലും നേപ്പാളിലും സംസാരിക്കുന്ന ഒരു ഇൻഡോ ആര്യൻ ഭാഷയാണ് ബെജിക്ക ഭാഷ. ഈ ബെജിക്ക ഭാഷ ചിത്രീകരിച്ച ആദ്യത്തെ ചിത്രമാണേത്? ആജൂർ. ആജൂറിന്റെ സംവിധായകനാണ് ആര്യൻ ചന്ദ്രപ്രകാശ്. ഇന്ത്യയിലും നേപ്പാളിലുമായിട്ട് 2 കോടിയിലധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ബെജിക്ക ഭാഷ. അപ്പോൾ ബെജിക്ക ഭാഷ ഒരു ഇൻഡോ ആര്യൻ ഭാഷയാണ്. ഇന്ത്യയിലും നേപ്പാളിലും സംസാരിക്കുന്ന ഒരു ഇൻഡോ ആര്യൻ ഭാഷയാണ് ബെജിക്ക ഭാഷ. ബെജിക്ക ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യത്തെ ചിത്രം ഏതാണ്? ആജൂർ. ആജൂറിന്റെ സംവിധായകൻ ആരാണ്? ആര്യൻ ചന്ദ്രപ്രകാശാണ്. ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വൈദ്യസഹായവും സൗജന്യ കൗൺസിലിംഗും നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ആണ് ഭൂമിക. എന്താണ് ഭൂമിക എന്ന പദ്ധതി? ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്കായിട്ട് വൈദ്യസഹായവും സൗജന്യ കൗൺസിലിംഗും നൽകുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണിത് ഭൂമിക. ഇരുളിൽ തെളിഞ്ഞ അക്ഷരങ്ങൾ, ഇത് PJ ജോസഫിന്റെ ആത്മകഥയാണ്. അപ്പോൾ PJ ജോസഫിന്റെ ആത്മകഥ ഏതാണ്? ഇരുളിൽ തെളിഞ്ഞ അക്ഷരങ്ങൾ. മത്സ്യത്തൊഴിലാളികൾക്ക് കരയിലും കടലിലും ലഘു സന്ദേശങ്ങളിലൂടെ ആശയവിനിമയം സാധ്യമാക്കുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത വിനിമയ സംവിധാനമാണ് നഭുമിത്ര. അപ്പോൾ എന്താണ് നഭുമിത്ര? മത്സ്യത്തൊഴിലാളികൾക്ക് കരയിലും കടലിലും ലഘു സന്ദേശങ്ങളിലൂടെ ആശയവിനിമയം സാധ്യമാക്കുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത വിനിമയ സംവിധാനത്തിന്റെ പേരാണിത് നഭുമിത്ര. പിലിഭിത്ത് ടൈഗർ റിസർവ് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് പിലിഭിത്ത് ടൈഗർ റിസർവ്? ഉത്തർപ്രദേശ്. അപ്പോൾ ഇരുളിൽ തെളിഞ്ഞ അക്ഷരങ്ങൾ ആരുടെ ആത്മകഥയാണ്? PJ ജോസഫിന്റെ. നഭുമിത്ര എന്താണ്? മത്സ്യത്തൊഴിലാളികൾക്ക് കരയിലും കടലിലും ലഘു സന്ദേശങ്ങളിലൂടെ ആശയവിനിമയം സാധ്യമാക്കുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത വിനിമയ സംവിധാനമാണ് ഇത് നഭുമിത്ര. പിലിഭിത്ത് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് വേദി ബ്രസീലാണ്. അപ്പോൾ 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത്? ബ്രസീൽ. 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് R ചന്ദ്രബോസിനാണ്. വാക്കിന്റെ രൂപാന്തരങ്ങൾ. 2024 ഇടശ്ശേരി പുരസ്കാരം ആർക്ക് ലഭിച്ചു? R ചന്ദ്രബോസ്. വാക്കിന്റെ രൂപാന്തരങ്ങൾ. ജോർജിയയുടെ പ്രസിഡന്റ് മിഖായേൽ കവലാഷ്വിലിയാണ് ജോർജിയയുടെ പ്രസിഡന്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറായി നിയമിതനായതാണ് സഞ്ജയ് മൽഹോത്ര. അപ്പോൾ റിസർവ് ബാങ്കിന്റെ 26ാമത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര.
2024 ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രധാന വിഷയമായിരുന്നു കാലാവസ്ഥാ വ്യതിയാനവും ആഗോള ആരോഗ്യവും. അപ്പോൾ 2024 ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രധാന വിഷയം എന്താണ്? കാലാവസ്ഥാ വ്യതിയാനവും ആഗോള ആരോഗ്യവും. 2024 ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എന്താണ്? ഏകദേശം 6.5%. 2024 ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 6.5%. 2024 വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പ് ഏതാണ്? വിൻഡോസ് 12 ആണ് ഏറ്റവും പുതിയ പതിപ്പ്. 2024 വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പ് ഏതാണ്? വിൻഡോസ് 12. 2024 ഏറ്റവും വലിയ പുനരുപയോഗ ഊർജം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. 2024 ഏറ്റവും വലിയ പുനരുപയോഗ ഊർജം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ചൈന. 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ബ്രസീലാണ്. 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ബ്രസീൽ. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരിയാണ് സുധാ മൂർത്തി. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരാണ്? സുധാ മൂർത്തി. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയർ. അപ്പോൾ എന്താണ് ഹാരിയർ? വനം കുറ്റകൃത്യങ്ങൾ തടയാനായിട്ട് സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണേത്? ഹാരിയർ എന്ന പദ്ധതി. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ബ്രസീൽ. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരാണ്? സുധാമൂർത്തി. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനംവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഹാരിയർ. 2024 ഏറ്റവും വലിയ പുനരുപയോഗ ഊർജം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏത്? ചൈന. 2024 വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പ് ഏതാണ്? വിൻഡോസ് 12. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 2024 ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രധാന വിഷയം എന്താണ്? കാലാവസ്ഥാ വ്യതിയാനവും ആഗോള ആരോഗ്യവും. 2024 ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 6.5%. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് വേദി ബ്രസീൽ. 2024 ഇടശ്ശേരി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ആർ ചന്ദ്രബോസിനാണ്. കൃതി ഏതാണ്? വാക്കിന്റെ രൂപാന്തരങ്ങൾ. ജോർജിയയുടെ പ്രസിഡന്റ് മിഖായേൽ കവലാഷ്വിലി. ഇരുളിൽ തെളിഞ്ഞ അക്ഷരങ്ങൾ ആരുടെ ആത്മകഥയാണ്? PJ ജോസഫിന്റെ. മത്സ്യത്തൊഴിലാളികൾക്ക് കരയിലും കടലിലും ലഘു സന്ദേശങ്ങളിലൂടെ ആശയവിനിമയം സാധ്യമാക്കുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത വിനിമയ സംവിധാനത്തിന്റെ പേരെന്താണ്? നഫുമിത്ര. പിലിഭിത്ത് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തർപ്രദേശ്. ബീഹാർ ഇന്ത്യയിലും നേപ്പാളിലുമായിട്ട് സംസാരിക്കുന്ന ഒരു ഇൻഡോ ആര്യൻ ഭാഷ ഏതാണ്? ബെജിക ഭാഷയാണ്. ഈ ബെജിക ഭാഷയിൽ ആദ്യത്തെ ചിത്രം ഏതാണ്? ആജൂർ. ആജൂറിന്റെ സംവിധായകൻ ആരാണ്? ചന്ദ്രപ്രകാശ്. ആര്യൻ ചന്ദ്രപ്രകാശ്. കേരളത്തിൽ വനിതകൾക്കായുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിച്ചത് എവിടെ? എറണാകുളം. മലേഷ്യയിൽ നടക്കുന്ന അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച മലയാളി താരം ആരാണ്? VJ ജോഷിത, വയനാട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി നടത്തുന്ന ജോലികളെ കുറിച്ച് പരാതി നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പിന്റെ പേരെന്താണ്? ജർമ്മൻ രേഖ ആപ്പ്. BBC-യുടെ 2024 ഏറ്റവും സ്വാധീനവും പ്രചോദനവും നൽകുന്ന 100 വനിതകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച 3 വനിതകൾ ആരൊക്കെയാണ്? വിനേഷ് ഫോഗട്ട്, പൂജ ശർമ്മ, അരുണ റോയ്. അരുണ റോയ് ആണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിച്ചത്. 2025 ഇന്ത്യയുടെ വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ്. ആരാണ് പൂജ ശർമ്മ? പാരമ്പര്യങ്ങളെ തിരുത്തി അവകാശികളില്ലാത്ത മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ നടത്തി സാമൂഹിക ശ്രദ്ധ പിടിച്ചുപറ്റിയ വനിതയാണ് ആര്? പൂജ ശർമ്മ. ഒളിമ്പിക്സ് ഫൈനലെത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗുസ്തി താരമാണ് ആര്? വിനേഷ് ഫോഗട്ട്. ഗൂഗിളിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. US-ന് പുറത്തുള്ള ഗൂഗിളിന്റെ ഏറ്റവും വലിയ ക്യാമ്പസ് ആണ് ഇവിടെ വരുന്നത്? ഹൈദരാബാദിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ചൈന. പശ്ചിമ ബംഗാളിനെ പൈതൃക വിനോദസഞ്ചാരത്തിന്റെ പ്രധാന കേന്ദ്രമായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? യുനെസ്കോ.
2024 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ശ്രീലങ്കയാണ്. ശ്രീലങ്ക ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഇന്ത്യയാണ്. രാജ്യത്തെ ആദ്യത്തെ പ്രമേഹ ബയോബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചെന്നൈ. 2026 ICC പുരുഷ T20 ലോകകപ്പ് ഏതൊക്കെ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നു? ഇന്ത്യയും ശ്രീലങ്കയും. 2024 ICC പുരുഷ T20 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. എവിടെയായിരുന്നു വേദി? US, വെസ്റ്റ് ഇൻഡീസ്. 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രം ഏതാണ്? മലു. അത് ബ്രസീലിയൻ ചിത്രമാണ്. സംവിധായകൻ ആരാണ്? പെട്രോ പ്രയർ. ഏത് സംസ്ഥാനത്താണ് ഹൈക്കോടതി പോത്തുപോരും ബുൾബുൾ പക്ഷി പോരും വിലക്കിയത്? അസം. അമേരിക്കയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചതിനെയാണ് വെള്ളത്തലയൻ കടൽപ്പരുന്ത്. 2024 ഡിസംബറിൽ അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന വനിത ആരാണ്? തുളസി ഗൗഡയാണ്. വൃക്ഷമാത എന്നും മരങ്ങളുടെ അമ്മ എന്നും കാടിന്റെ എൻസൈക്ലോപീഡിയ എന്നും ആരെ അറിയപ്പെടുന്നു? തുളസി ഗൗഡയെ അറിയപ്പെടുന്നു. 2024 ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ജപ്പാൻ. പ്രഥമ ഖോ ലോകകപ്പ് മത്സരം നടന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ മലപ്പുറം ജില്ലയിലെ പഞ്ചായത്ത് ഏതാണ്? പെരുമ്പടപ്പ്. ടൂറിസം വഴിയുള്ള മലിനീകരണത്തിൽ മുന്നിലുള്ള രാജ്യം ഏതാണ്? അമേരിക്ക. 2025 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2024 ക്വാഡ് ഉച്ചകോടി എവിടെയായിരുന്നു? വിൽമിംഗ്ടൺ ആണ്. നഗരത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാനുള്ള യജ്ഞത്തിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? അഴക് ആപ്പ്. 2024 ഡിസംബറിൽ 60ാം സ്ഥാപക ദിനം ആഘോഷിച്ച ഇന്ത്യയുടെ സേനാ വിഭാഗം ഏതാണ്? BSF. LICയുമായി ചേർന്ന് സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഭീമ സഖി യോജന. 2025 12ാമത്തെ പാരാ അത്ലറ്റിക്സ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ഇന്ത്യ. 2024-25 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? ഹൈദരാബാദ്. കേന്ദ്ര സർക്കാർ സെന്റർ ഓഫ് എക്സലൻസ് ആയി തിരഞ്ഞെടുത്ത കേരളത്തിലെ ആശുപത്രി ഏതാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇ-ദാക്കിർ പോർട്ടൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉപഭോക്തൃ പരാതികൾ. രാജ്യാന്തര കുടിയേറ്റ ദിനമെന്ന് ഡിസംബർ 18. ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ള രാജ്യം ഏതാണ്? US. കാഴ്ച പരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റ് നാഗേഷ് ട്രോഫി. 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് R. ചന്ദ്രബോസ്. കൃതി ഏതാണ്? വാക്കിന്റെ രൂപാന്തരങ്ങൾ. ഉൾനാടൻ ജലപാതകളിലൂടെയുള്ള ചരക്കുനീക്കം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ജൽവാഹക് പദ്ധതി. കെട്ടിടങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സ്ഥിര നമ്പർ ഡിജി ഡോർപിൻ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ കമ്പ്യൂട്ടർ ചിപ്പ് ഏതാണ്? വില്ലോ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.